ദിസ് ഈസ് അഫ്കാറ്റ് 2024. ഇത് അലിഗേഷൻ ആൻഡ് മിക്സിംഗ് എന്നുള്ള ടോപ്പിക് വെച്ച് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ഇൻ വാട്ട് റേഷ്യോ, ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിൽ പഠിക്കും. എങ്കിലും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോർമൽ മെത്തേഡിൽ ലെങ്തി ആവും. ഇൻ വാട്ട് റേഷ്യോ ഷുഡ് ഷുഗർ കോസ്റ്റിംഗ് 45 per kg be mixed with sugar costing 52 per kg, so that by selling the mixture 55.2 per kg there is a profit of 15%. 55.2 ഞാൻ സെയിൽ ചെയ്യാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം പറ. കുറച്ച് ഷുഗറിൻ്റെ മിക്സിങ്, കുറച്ച് ഷുഗർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ 55.2 per kg എന്ന് പറഞ്ഞൊരു ഇതിന് സെയിൽ ചെയ്യാണ്. അങ്ങനെ പ്രോഫിറ്റ് 15% കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്? നമുക്കറിയാം കോസ്റ്റ് പ്രൈസിന് 15% ഇൻക്രീസ് ചെയ്തു അല്ലേ? അങ്ങനെയാണല്ലോ സെല്ലിംഗ് പ്രൈസായ 55.2 കിട്ടിയത് അല്ലേ? ശരിയല്ലേ? ഞാനിത് ഇവിടെ എഴുതി കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കണം. കോസ്റ്റ് പ്രൈസ് എന്താണെന്നറിയില്ല. സെല്ലിംഗ് പ്രൈസ് 55.2 റുപ്പീസ് പെർ കെ ജി ആണ് കേട്ടോ, പെർ കെ ജി ആണ്. അപ്പോൾ ഇവിടെ വരുന്ന പ്രോഫിറ്റ് 15% ആണെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം, അതിന് മുമ്പുള്ളത് അവിടെ ഇരിക്കട്ടെ. ഷുഗർ 15% പ്രോഫിറ്റ് കിട്ടി ഈ ഇതിന് വിറ്റപ്പോൾ. അപ്പോൾ സി പിനെ 15% ഇൻക്രീസ് ചെയ്തപ്പോഴാണല്ലോ ഈ എമൗണ്ട് അല്ല ഇത് കിട്ടിയത്. സി പി എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. സി പി ഇൻറ്റു 1 + 15/100 ഈക്വൽ 55.2. അപ്പോൾ സി പി ഇൻറ്റു അറിയാലോ ചെയ്യാനായിട്ട് 1 + 0.15 1.15, അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 + 15 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സോ വാട്ട് ഈസ് സി പി? സി പി വിൽ ബി 55.2 ഡിവൈഡ് ബൈ 1.15 വരും. ചെയ്യാനറിയാമോ? ഡെസിമൽ വരുമ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോഴേ എങ്ങനെയാണെന്ന് അറിയാമോ? പോയിന്റ് കളയാൻ വേണ്ടി മുകളിൽ നിന്ന് താഴെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ആ സ്റ്റെപ്പ് പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡിവിഷൻ്റെ സ്റ്റെപ്പ് പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. പോയിന്റ് കളയണമെങ്കിൽ താഴെ 2 ഡെസിമൽ പ്ലേസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ 100 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി പി വിൽ ബി മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5520 വരും. താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 115 വരും. പോയിന്റ് കളഞ്ഞിട്ട് വേണം എപ്പോഴും ഡിവിഷൻ ചെയ്യാൻ. അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് നോക്കട്ടെ. ഇനിയുള്ള ഡിവിഷൻ്റെ സ്റ്റെപ്പ് ഞാൻ ഡിസ്കസ് ചെയ്യണില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 48 റുപ്പീസ് പെർ കെ ജി ആണ് കേട്ടോ. ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും പെർ കെ ജി ആണ്. അപ്പോൾ 48 പെർ കെ ജി ആണ് ദ റിയൽ പ്രൈസ്. ഞാനത് പ്രൈസ് കൂട്ടി വിൽക്കുന്നു എന്ന് മാത്രം അല്ലേ. ദ 48 പെർ കെ ജി ഈസ് ദ റിയൽ പ്രൈസ്. ഞാനത് 15% പ്രോഫിറ്റിൽ വിറ്റപ്പോൾ 55.2 ആയി മാറിയതാ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഷുഗർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ്? ആദ്യത്തത് ₹45 പെർ കെ ജി, ഫസ്റ്റ് കാറ്റഗറി അല്ലേ. സെക്കൻഡ് കാറ്റഗറി എന്താണ്? 52 റുപ്പീസാണ് പെർ കെ ജി. ഇതൊക്കെ റുപ്പീസാണ് കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സിംഗ് ആണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിടണം. ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? റേഷ്യോയുടെ മിക്സിംഗ്, ഏത് റേഷ്യോയിൽ 2 ക്വാണ്ടിറ്റി മിക്സ് ചെയ്യണം. മനസ്സിലായല്ലോ? രണ്ടും പെർ കെ ജി ആണെങ്കിൽ മാത്രം, രണ്ടും പെർ കെ ജി അല്ലെങ്കിൽ 2% ആയിട്ടാണെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ റിയൽ കോസ്റ്റ് പ്രൈസ് ഈസ് 45. സെക്കൻഡ് ക്വാണ്ടിറ്റിയുടെ റിയൽ കോസ്റ്റ് പ്രൈസ് ഈസ് 52 റുപ്പീസ് പെർ കെ ജി. രണ്ടും കൂടിയും ഏതൊരു റേഷ്യോ 2:3 ആണോ 1:5 ആണോ ഒന്നറിയില്ല, ഏതോ റേഷ്യോയിൽ മിക്സ് ചെയ്തപ്പോൾ ദ റിയൽ കോസ്റ്റ് പ്രൈസ് ബിക്കംസ് 48. പിന്നെ അത് ഞാൻ സെയിൽ ചെയ്തപ്പോൾ സെയിലിങ് നമുക്ക് ഇഷ്ടമുള്ള പ്രൈസിൽ വിൽക്കാമല്ലോ. റിയൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മിക്സ്ചർ ഈസ് 48. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ഇൻസ്റ്റൻറ്റിലും ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഉപയോഗിക്കാം. ശ്രദ്ധിക്കണം, 2 കാറ്റഗറി, രണ്ടും പെർ കെ ജി ആയിരിക്കണം, അല്ലെങ്കിൽ പെർ പെർസെൻറ്റേജോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. മറക്കരുത്, പെർ കെ ജി
or the two quantities will be in percentage. ക്ലിയർ ആയല്ലോ? അത് രണ്ടും കൂടി മിക്സ് ആണ്. ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലാണ് ഇതിൻ്റെ റിയൽ പ്രൈസ് 48 ആവുന്നത്? ഇതിൻ്റെ ഫസ്റ്റിൻ്റെ റിയൽ പ്രൈസ് 45, സെക്കൻഡിൻ്റെ റിയൽ പ്രൈസ് 52. രണ്ടും കൂടി ഏതൊരു റേഷ്യോ 2:3 5:6 എന്തോ മിക്സ് ചെയ്താൽ റിയൽ പ്രൈസ് ബിക്കംസ് 48 per kg. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഓർത്ത് വെച്ചോളൂല്ലോ അല്ലേ? എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക്? ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എടുക്കുക. 52 - 48 അത് എത്രയാണ്? അതിൻ്റെ നേരെ ആ ലൈനിൽ എഴുതണം. എത്രയാണത്? 52 - 48 ചെയ്താൽ 4 വരും അല്ലേ? ഈസ് 2 ഇടാം. എന്നിട്ട് ഈ ഡയഗണലായിട്ട് ഇവിടെ ഒരു ഡിഫറൻസ് ഇരിക്കട്ടെ. 45 - 48 അല്ലേ? പെട്ടെന്ന് കിട്ടും ആൻസർ. 48 ഡിഫറൻസ് 48 - 45 3 കിട്ടിയ ആൻസർ. The first and second quantities to be mixed in the ratio of 4:3. അപ്പോൾ ഈ മോഡൽ പ്രോബ്ലം ഒന്ന് ഓർമ്മയുണ്ടായാൽ മതി കേട്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് അഫ്ക്യാറ്റ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. നിങ്ങളിത് എഴുതിയിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വായിക്കാം. എ മിൽക്ക് മാൻ മേക്സ് എ 20% പ്രോഫിറ്റ് by selling milk mixed with water at rupees 8 per liter, mixing water with 8 per liter. If the cost price of the pure milk is rupees 10 per liter, then the ratio of the milk to water. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യേണ്ടത്? 20% പ്രോഫിറ്റ് കിട്ടണം അല്ലേ? ശരിയല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. എ മിൽക്ക് മാൻ മേക്സ് 20% പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് മിൽക്ക് മിക്സ്ഡ് വിത്ത് വാട്ടർ അറ്റ് rupees 8 per liter. The cost price of the pure milk is rupees 10. Then the ratio of the milk to water. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. മിൽക്കിൻ്റെ പ്രൈസ് എത്രയാണ്? 1 ലിറ്ററിന് 8 rupees ആണ് അല്ലേ? ശരിയല്ലേ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. 20% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആളുടെ കയ്യിൽ 1 ലിറ്റർ മിൽക്ക് ഉണ്ട്. ശരിയല്ലേ? 1 ലിറ്റർ മിൽക്ക് ഉണ്ട്. ഇത് നോർമൽ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അലിഗേഷൻ മിക്സർ വെച്ചിട്ടും ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അലിഗേഷൻ മിക്സർ വെച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ മിൽക്ക് പ്യുവർ മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രയാണ്? മിൽക്കിൻ്റെ പ്രൈസ് rupees 10 per liter അല്ലേ? വാട്ടറായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് അല്ലേ? ശരിയല്ലേ? വാട്ടറായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ശരിയാണല്ലോ? വാട്ടറിൻ്റെ പ്രൈസ് എത്രയാണ്? 0 ആണ്. 0 per liter ആണ്. ശരിയല്ലേ? ഇത് മിൽക്കാണ്, പ്യുവർ മിൽക്ക്. ശരിയല്ലേ? പ്യുവർ മിൽക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് rupees 10 ആണ്. പിന്നെ അതിൻ്റെ കൂടെ വാട്ടർ മിക്സ് ചെയ്യാൻ പോവാണ്. വാട്ടറിൻ്റെ പ്രൈസ് എത്രയാണ്? rupees 0 per liter ആണ്. വാട്ടറിന് പ്രൈസ് ഇല്ല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എന്താണ് പറയുന്നത്? 20% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വാട്ടർ rupees 8 per literന് വിറ്റിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ? ശരിയല്ലേ? മിക്സ്ഡ് വിത്ത് വാട്ടർ at rupees 8 per liter. അങ്ങനെ പ്രോഫിറ്റ് 20% കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിയൽ കോസ്റ്റ് പ്രൈസ്? ദ റിയൽ കോസ്റ്റ് പ്രൈസ് ഓഫ് മിൽക്ക് 10 ആണ്, വാട്ടർ 0 ആണ്. വാട്ട് ഈസ് ദ റിയൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മിക്സിങ്? അതറിയില്ല. നമുക്ക് തൽക്കാലം CP എന്ന് വെറുതെ പേരിന് CP എഴുതി വെക്കാം. അപ്പോൾ അവിടെ CP × 1 + 20/100 ചെയ്താൽ 8 കിട്ടും അല്ലേ? ശരിയല്ലേ? 8 രൂപയ്ക്ക് വിറ്റപ്പോഴാണല്ലോ എനിക്ക് 20% പ്രോഫിറ്റ് കിട്ടിയത് അല്ലേ? ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ പറയുന്നത്? 8 rupees per liter എന്ന് പറഞ്ഞ രീതിയിൽ വിറ്റു മിക്സർ അല്ലേ? അപ്പോൾ 8 rupees per liter എന്ന് വിറ്റു. അങ്ങനെയാണ് എനിക്ക് 20% പ്രോഫിറ്റ് കിട്ടിയത്. വാട്ട് ഈസ് ദ റിയൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മിക്സ്ചർ? അപ്പോൾ CPനെ 20% ഇൻക്രീസ് ചെയ്താലാണ് 8 കിട്ടുന്നത്. റിയൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മിക്സ്ചർ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ CP × 1 + 20/100 എത്രയാണ്? 1 + 1/5 6/5 = 8. or CP = 8 × 5/6 40/6 അതായത് 20/3. So the real cost price will be 20/3.
റിയൽ കോസ്റ്റ് പ്രൈസ് വിൽ ബി 20/3 പെർ ലിറ്റർ. അപ്പോൾ മിൽക്കിൻ്റെ ഇതെല്ലാം പെർ കിലോഗ്രാം അല്ലെങ്കിൽ പെർ ലിറ്റർ ആയിരിക്കണം കേട്ടോ അലിഗേഷൻ മിക്സ്ചറിന് വേണ്ടി. അപ്പോൾ 10 rupees പെർ ലിറ്റർ മിൽക്കും 0 rupees പെർ ലിറ്റർ വാട്ടറും കൂടി ഏതൊരു റേഷ്യോ 2:1 ആണോ 5:3 ആണോ അറിയില്ല, മിക്സ് ചെയ്തിട്ട് എന്താണ് മിക്സ്ചറിൻ്റെ കോസ്റ്റ് മനസ്സിലായാലും റിയൽ കോസ്റ്റ് 20/3 എത്തിക്കണം. 20/3 കോസ്റ്റ് വന്നാലല്ലേ എനിക്ക് 20% പ്രൈസ് കൂട്ടിയിട്ട് 8 രൂപ കയ്യിൽ കിട്ടാം. അപ്പോൾ ഇത് രണ്ടും ഏതോ റേഷ്യോയിൽ മിക്സ് ചെയ്ത് 20/3 എന്ന് പറഞ്ഞ കോസ്റ്റിലോട്ട് എത്തിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അലിഗേഷൻ മിക്സർ തന്നെ യൂസ് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് 20/3യുടെയും 0ൻ്റെയും ഡിഫറൻസ് എത്രയാണ് 20/3. അതിവിടെ എഴുതാം, ഈസ്റ്റ് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് 10 - 20/3. 10 - 20/3 റഫ് കാൽക്കുലേഷൻ സൈഡിൽ എത്ര വരും 30 - 20/3. കാൽക്കുലേഷൻസ് അറിയാമല്ലോ അല്ലേ, 10/3. 0 രണ്ട് സൈഡിലും അറിയാമല്ലോ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 10 കൊണ്ട് 3 വെട്ടിപ്പോയി. നമുക്ക് റേഷ്യോ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 3 വെട്ടിപ്പോയപ്പോൾ 20:10 ആയി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 2:1 ആയി. സോ മിൽക്ക് ഈസ്റ്റ് വാട്ടർ 2:1 ആണ്. 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടീഷൻസുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാണ്. ഇത് അഫ്ക്യാറ്റ് 2021 ആണ്. അഫ്ക്യാറ്റ് 2021 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇഫ് ദ കോസ്റ്റ് ഓഫ് 12 shirts ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 shirts, ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻ ദ ട്രാൻസാക്ഷൻ ഈസ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 1 ഷർട്ടിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 1 ഷർട്ട്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എക്സ് ആണെന്ന് വിചാരിക്കുക, സെല്ലിംഗ് പ്രൈസ് വൈ ആണെന്ന് വിചാരിക്കുക. ഐ ആം ടോക്കിംഗ് അബൌട്ട് 1 ഷർട്ട്. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എക്സും സെല്ലിംഗ് പ്രൈസ് വൈ ആണെന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്യുന്നതുകൊണ്ട് നഷ്ടമില്ലല്ലോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് ദ 12 shirts. ഒരു ഷർട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് എക്സ് ആണെങ്കിൽ 12 ഷർട്ട്സിൻ്റെ കോസ്റ്റ് പ്രൈസ് 12 × x ആയിരിക്കും. 12x എന്തിനോട് ഈക്വൽ ആണ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 shirts. ഒരു ഷർട്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് വൈ ആണ് അല്ലേ. അപ്പോൾ 8 ഷർട്ട്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് 8y ആയിരിക്കും. ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. കോസ്റ്റ് പ്രൈസ് ഓഫ് 12 shirts ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 shirts. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? ഇതൊന്ന് രണ്ട് സൈഡിലും റിഡ്യൂസ് ചെയ്താൽ എങ്ങനെ ചെയ്യാം? 8നെ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ 12നെ അങ്ങോട്ട് കൊണ്ടുപോകാം, ഏതായാലും കുഴപ്പമില്ല. 12നെ അങ്ങോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ x ഈക്വൽ ടു 8/12 × y, ഓർ x ഈക്വൽ ടു മുകളിലും താഴെയും ഒരു 4 കൊണ്ട് കട്ട് ചെയ്യാം. 2y/3 ശരിയല്ലേ നോക്കിയേ? അതെ, x ഈക്വൽ ടു 2y/3 കിട്ടി. പെർസെൻറ്റേജ് പ്രോഫിറ്റ് കാണണം. അത് പെർ ഷർട്ട് ആയാലും പെർ 2 ഷർട്ട് ആയാലും സെയിം തന്നെയാണ്. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് y - x ആണല്ലോ പ്രോഫിറ്റ്, ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു 100. ഇതാണല്ലോ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഇതിൽ ആ എക്സ് എന്ന് പറഞ്ഞാൽ 2y/3 ആണ്. അപ്പോൾ y - x-ന് പകരം 2y/3 ഇട്ട് കൊടുക്കുക. താഴെയോ അതെ എക്സ് ഉണ്ടല്ലേ, ഇത് വേഗം കിട്ടും. ഇൻറ്റു 100. മുകളിൽ y - 2y/3 കാൽക്കുലേഷൻ അറിയാലോ അല്ലേ. 3y - 2y, y/3 ഡിവൈഡ് ബൈ 2y/3. ഞാനിവിടെ സ്റ്റെപ്പ് എഴുതാണ്. ആക്ച്വലി ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡൗട്ട് വരാതിരിക്കാൻ ഞാനിവിടെ എല്ലാ സ്റ്റെപ്പ് എഴുതാണ്. 3 ഡിവിഷൻ ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവിഷൻ ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. y ക്യാൻസൽ, 3 ക്യാൻസൽ. 100/2. 100/2 will be 50%. So answer is option B. 50% ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ അല്ലേ?